വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന് കടുത്ത മാർഗനിർദ്ദേശങ്ങളുമായി കിയർ സ്റ്റാമർ സർക്കാരിന്റെ ധവളപത്രം പുറത്തിറക്കി. അപരിമിത താമസ അനുവാദം അനുവദിക്കുന്നതിനുള്ള വിസ താമസ കാലയളവ് 5 വർഷത്തിൽ നിന്ന് 10 വർഷത്തിലേക്ക് ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് ധവളപത്രം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ റീഫോം UK ഉയർത്തിയ വെല്ലുവിളിക്ക് തടയിടുക ലക്ഷ്യമിട്ടാണ് ലേബർ സർക്കാർ അടിയന്തരമായ കുടിയേറ്റ നിയന്ത്രണ നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. ILR അനുവാദ കാലാവധി 10 വർഷമാക്കുന്നതോടെ കുറെ പേരെങ്കിലും രാജ്യം വിട്ടു പോകുന്നതിനും വിദേശത്തു നിന്ന് വരാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാനും സാധിക്കും എന്ന സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ നയമാറ്റം അവതരിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ നയമാറ്റം കുടിയേറ്റക്കാരിൽ ഉണ്ടാക്കുന്ന പ്രതികരണം പരിഗണിച്ചായിരിക്കും പദ്ധതി നടപ്പാക്കുക എന്നുകൂടി സർക്കാർ ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ കാലയളവിൽ കുടിയേറ്റത്തിൽ 10 മുതൽ 20% വരെ കുറവുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് പോയിന്റ് നിബന്ധനകൾ ഉൾപ്പെടുത്തി ചില വിഭാഗങ്ങൾക്ക് 10 വർഷം എന്ന കാലയളവിൽ ഇളവ് നൽകും. ഇവ ഏതൊക്കെ തൊഴിൽ വിഭാഗങ്ങൾക്ക് എന്നത് നടപ്പാക്കുന്ന സമയത്ത് മാത്രമായിരിക്കും തീരുമാനിക്കുക. നേരത്തെ പുറത്തിറക്കിയ ഹരിതപത്രത്തിലെ നിർദ്ദേശങ്ങൾ പിന്തുടർന്നാണ് കൂടുതൽ നിർദ്ദേശങ്ങളുമായുള്ള ധവളപത്രം പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ പുറത്തുവിട്ടിരിക്കുന്നത്. വിദ്യാർത്ഥി വിസകളിലെത്തി സ്ഥിരതാമസത്തിലേക്ക് മാറുന്നതിന്റെ എണ്ണത്തിലെ വർധന ചൂണ്ടിക്കാട്ടി സ്റ്റുഡന്റ് ഫീ വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങളും പത്രികയിലുണ്ട്. പഠനശേഷം 2 വർഷം തുടരാൻ അനുവദിച്ചിരുന്നത് ഇനി 18 മാസമാക്കി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശവും ഇതിൽ ഉൾപ്പെടും. അതേസമയം ധവളപത്രത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതോടെ വൃദ്ധപരിചരണം ഉൾപ്പെടെയുള്ള നിർദ്ദിഷ്ട മേഖലകളിൽ കടുത്ത തൊഴിലാളി ക്ഷാമത്തിനുള്ള സാധ്യത ഉണ്ടാക്കുമെന്നും നോർത്തേൺ അയർലൻഡിലെ മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസറും ഗൈഡൻസ് പ്ലസ് NI ഡയറക്ടറുമായ വിപിൻ ജോസഫ് പറയുന്നു. കുടിയേറ്റ ധവളപത്രത്തിലെ മറ്റു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇവയാണ്. ഇംഗ്ലീഷ് പ്രാവീണ്യം നിലവാരവും ഉയർത്തുക. ഏതു രീതിയിലുള്ള കുടിയേറ്റമാണെങ്കിലും മുഖ്യ അപേക്ഷകരുടെ ഇംഗ്ലീഷ് പ്രാവീണ്യ നിലവാരം ഉയർത്തും. ആശ്രയ അപേക്ഷകരുടെ കാര്യത്തിലും ഇത് ബാധകമാക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പരിചരണ തൊഴിലാളികളുടെ നിയമനം ഹോം ഓഫീസ് അവസാനിപ്പിക്കുകയാണ്. ഹോം ഓഫീസ് കണക്കുകൾ പ്രകാരം ക്രമക്കേടിലൂടെ 40,000 പേരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട്. പരിശീലനം നൽകിയാൽ ഇത്രയും പേരുടെ തൊഴിൽ തദ്ദേശീയർക്ക് ഏറ്റെടുക്കാനാകും. ഇനി മുതൽ വിദേശ കുറ്റവാളികൾ ചെയ്യുന്ന തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് പുറമെ എല്ലാ കുറ്റകൃത്യങ്ങളും ഹോം ഓഫീസിനെ അറിയിക്കുന്നതായിരിക്കും. ഈ കുറ്റവാളികളുടെ വിസ റദ്ദാക്കുന്നതിനും നാടുകടത്തുന്നതിനും ഹോം ഓഫീസിന് വിപുലമായ അധികാരം ഉണ്ടായിരിക്കും. കുടുംബജീവിതം എന്ന അവകാശം ലക്ഷ്യമിട്ട് UK തുടരാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിനായി യൂറോപ്യൻ മനുഷ്യാവകാശ കൺവെൻഷൻ വ്യാഖ്യാനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതും പരിഗണിക്കുന്നുണ്ട്. അസാധാരണ സാഹചര്യങ്ങൾ എന്ന പേരിൽ രാജ്യത്ത് തുടരാൻ അപേക്ഷിക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇതോടെ കുടുംബത്തോടെ ചേരൽ, ആശ്രിത വിസകൾ തുടങ്ങിയവയ്ക്ക് വിലക്കുകൾ വരും. വിദേശത്തു നിന്നുള്ള തൊഴിലാളികളെ നിയമിക്കുന്നതിനുള്ള കമ്പനികൾ നൽകേണ്ട ഫീസ് 32% വരെ വർദ്ധിപ്പിക്കുന്നതും ആലോചിക്കുന്നുണ്ട്. വർക്ക് വിസയ്ക്കുള്ള യോഗ്യതാ നിലവാരം ഡിഗ്രി നിലവാരമായി വീണ്ടും ഉയർത്തും. നേരത്തെ 2021 കുറവ് വിദ്യാഭ്യാസക്കാരാണെങ്കിലും അനുവദിച്ചിരുന്ന വിസകളുടെ എണ്ണം കുറയ്ക്കും. ഈ മാറ്റം ക്ലിയർ, ഹോട്ടൽ, റെസ്റ്റോറന്റ്, ക്ലീനിംഗ്, വെയർഹൌസ് ജോലി മേഖലകളെ ബാധിക്കും. കമ്പനികൾക്ക് കൂടുതൽ പ്രാദേശിക തൊഴിലാളികളെ പരിശീലിപ്പിക്കേണ്ട ബാധ്യത വർദ്ധിപ്പിക്കും. ഡിഗ്രി ലെവലിൽ താഴെയുള്ള ജോലി മേഖലകൾക്ക് ഇമിഗ്രേഷൻ സംവിധാനം ഉപയോഗിക്കുന്നതിന് കടുത്ത നിബന്ധനകളും ഉണ്ടാകും. ഇതിന് നിശ്ചിത കാലാവധി പ്രഖ്യാപിക്കുന്നതിനൊപ്പം സ്ഥിരതാമസത്തിനുള്ള അധികാരം ഇല്ലാതാക്കും. വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്ന കോളേജുകളും യൂണിവേഴ്സിറ്റികളും കർശനമായ ഗുണനിലവാര പരിശോധനകൾ വിധേയമാകും. ഇത്തരം സ്ഥാപനങ്ങൾ കോഴ്സുകളുടെ പ്രസക്തി ഉൾപ്പെടെ തെളിയിക്കേണ്ടി വരും. വിദേശ വിദ്യാർത്ഥികൾ വിസ ലഭിക്കുന്നതിന് കൂടുതൽ രേഖകൾ ഹാജരാക്കേണ്ടതായി വരുമെന്നും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു.